ബംഗാളിൽ കുരുക്കുമുറുക്കിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മന്ത്രി സുജിത് ബോസ് അടക്കം തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിൽ ഇഡി റെയ്ഡ് നടത്തുകയാണ്. മുനിസിപ്പൽ കോർപ്പറേഷൻ അഴിമതി കേസിലാണ് ഇഡിയുടെ നടപടി. റെയ്ഡിനെതിരെ ആരോപണ പ്രത്യാരോപണവുമായി ബിജെപിയും തൃണമൂൽ കോൺഗ്രസും രംഗത്തുണ്ട്. തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച വിവാദം കെട്ടടങ്ങും മുൻപാണ് 24 നോർത്ത് പർഗാനയിൽ വീണ്ടും ഇഡി റെയ്ഡ്. കൊൽക്കത്ത അടക്കം 7 ഇടങ്ങളിലാണ് കേന്ദ്രസേനയുടെ കനത്ത സുരക്ഷാ വലയത്തിൽ റെയ്ഡ് പുരോഗമിക്കുന്നത്. മന്ത്രി സുജിത് ബോസ് കൂടാതെ തൃണമൂൽ കോൺഗ്രസ് MLA തപസ് റോയ്, മുൻ മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ സുബോധ് ചക്രബർത്തിയുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് റെയ്ഡ്. 2014-18 കാലയളവിൽ നടന്ന മുനിസിപ്പാലിറ്റി നിയമന അഴിമതി കേസിലാണ് നടപടി. കഴിഞ്ഞ വർഷം കൽക്കട്ട ഹൈക്കോടതി മുനിസിപ്പാലിറ്റി നിയമനങ്ങളിലെ അഴിമതിയിൽ CBI അന്വേഷണം നിർദ്ദേശിച്ചിരുന്നു. കള്ളന്മാരുടെ വീടുകളിൽ റെയ്ഡ് ഉണ്ടാകുമെന്ന് തൃണമൂലിനെതിരെ BJP തുറന്നടിച്ചു. രാഷ്ട്രീയ പ്രതികാരത്തിന്റെ ഭാഗമായ നടപടി BJPയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് തൃണമൂൽ ആരോപിച്ചു. അതേസമയം ED സംഘത്തെ ആക്രമിച്ച സംഭവത്തിൽ ചീഫ് സെക്രട്ടറിയും ആഭ്യന്തര സെക്രട്ടറിയും സർക്കാർ നിലപാട് വിശദീകരിച്ചതായി ഗവർണർ CV ആനന്ദ ബോസ് വ്യക്തമാക്കി. 24 ഡൽഹി.